അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുക എന്നത് അങ്ങേയറ്റം സങ്കടമുള്ള കാര്യമാണ്. ഒരു കവി പറഞ്ഞതുപോലെ തഅസിൽ ഇലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു, നീ നിന്റെ ഇലാഹിനെ ധിക്കരിക്കുകയും അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഹാദാ മുഹാലുൻ ഫിൽ ഖിയാസി ബദിഉ, ഇത് ബുദ്ധിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വിദൂരമായ കാര്യം, നടക്കാത്ത കാര്യമാണ്. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നു എങ്കിൽ നീ അവനെ അനുസരിക്കുമായിരുന്നു. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ, സ്നേഹിക്കുന്നവൻ ആരെയാണോ അവൻ സ്നേഹിക്കുന്നവനെ പിൻപറ്റും. നോക്കൂ നിങ്ങൾ, മനുഷ്യർ അല്ലെ, അവർ ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ ചില ആളുകളെ സ്നേഹിക്കും, സിനിമാ നടന്മാരെ, പാട്ടുകാരെ. എന്നിട്ട് ഈ മനുഷ്യൻ ഓരോ മാസവും അവൻ്റെ വസ്ത്രം മാറ്റുന്നതിനനുസരിച്ച് ഈ വിഡ്ഢി അതിനനുസരിച്ച് വസ്ത്രം മാറ്റും. അവന്റെ സ്നേഹമാണ് അവനെ ഈ പറഞ്ഞ കോലം കെട്ടാൻ പ്രേരിപ്പിക്കുന്നത്. നോക്കൂ, ഒരു കുറച്ച് സ്നേഹം ബാക്കിയുള്ള എൻ്റെ ഹൃദയത്തിൽ. അള്ളാഹുവിനോട് നിന്റെ ഹൃദയത്തിൽ സത്യസന്ധമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദര, എന്താകുമായിരുന്നു നിന്റെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ? എങ്ങനെയാണ് നീ അവനെ ധിക്കരിക്കുക? എങ്ങനെയാണ് നീ അവനെ അനുസരിക്കാതിരിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിനക്ക് നിസ്സാരമായി തോന്നുക? പാടില്ല.